നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ്. കേസിലെ മുഖ്യപ്രതിയായ സിൻജോയാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ സിൻജോ ജോൺസൺ തന്റെ കരാട്ടെ മികവ് സിദ്ധാർത്ഥിൽ പ്രയോഗിക്കുകയായിരുന്നു. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ ചവിട്ടി താഴെയിട്ടതും വയറിനു മുകളിൽ തള്ളവിരൽ പ്രയോഗം നടത്തിയതുമെല്ലാം സിൻജോയാണ്. ഇതെല്ലാം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ സിദ്ധാർത്ഥ് എത്തുകയും ചെയ്തു. ഒട്ടേറെ തവണ അടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടുപ്പിക്കുകയും ചെയ്തത് സിൻജോയായിരുന്നു. പോരാത്തതിന് സിദ്ധാർത്ഥിന്റെ കണ്ടനാളം കൈവിരലുകൾ ഉപയോഗിച്ച് അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ട് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയതെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. അവശനായ സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിലും കാര്യമുണ്ടായില്ല. ഒടുവിൽ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂര പീഡനത്തിനിരയായ ആ പാവം വിദ്യാർത്ഥി മരിച്ചത്. ആൾക്കൂട്ട വിചാരണ നടത്താനുള്ള പ്ലാനും സിൻജോയുടേതായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് സിൻജോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് സിൻജോയെ പോലീസ് മുഖ്യ പ്രതിയാക്കിയിരിക്കുന്നത്. ക്രൂരത കാണിച്ചതിൽ രണ്ടാമൻ കാശിനാഥനാണ്. ബെൽറ്റ് കൊണ്ട് കൂടുതൽ തവണ അടിച്ചത് കാശിനാഥനാണ്. ഇയാൾ മനോനില തെറ്റിയ പോലെയാണ് സിദ്ധാർത്ഥനോട് പെരുമാറിയത്. സൈക്കോ എന്നാണ് അറിയപ്പെടുന്നത് പോലും. അതിനിടെ സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞെന്ന് വെളിപ്പെടുത്തിയ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ NJ ജ്യോതികുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം 2 SFIക്കാർ അകത്തു കയറി വാതിലടച്ച ശേഷം പുറത്തുനിന്ന് 5 പേർ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കൊലപാതകമാണോ എന്ന സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.